ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ നാടൻ താറാവ് കറിയുടെ റെസിപ്പിയാണ് ഇടുന്നത്. ഇത് പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാം. ആദ്യമായിട്ട് താറാവ് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഫില്ലറ്റാണ് എടുത്തത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാനിതിലേക്ക് ഒരു വഴനയില ഇടുന്നുണ്ട്, ബേ ലീഫ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിലൊന്ന് വേവിക്കുന്നുണ്ട്. ഞാനിവിടെ 4 വിസിലെടുത്താണ് വേവിച്ചത്. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 1 കുടം വെളുത്തുള്ളിയും നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. 750 ഗ്രാം താറാവിറച്ചിയാണ് ഞാനിവിടെ എടുത്തത്. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാളയാണ് അരിഞ്ഞിടുന്നത്. ഇനി ഇത് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു വലിയ തക്കാളിയുമാണ് ഇട്ടത്. ചെറിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം വരെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനെ അടച്ച് വെച്ചൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇത് നല്ലതായിട്ട് വഴന്ന് വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ചെറിയ തീയിലിട്ടതിന് ശേഷം നമ്മൾ മസാല ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. നമ്മളിപ്പോൾ ആകെ ഇവിടെ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഈ ഫുൾ കറിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി നല്ലതായിട്ട് വഴറ്റിയെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു മസാലക്കുത്ത് മാറത്തുള്ളൂ. ഇത് കളറിന് വേണ്ടി മാത്രമാണ് ഞാൻ പാപ്രിക്ക ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മാത്രമാണ്. പിന്നെ കുറച്ച് ഗരം മസാലയുണ്ട്, 1/4 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഞാൻ നമ്മുടെ താറാവ് വേവിച്ച വെള്ളം തന്നെയാണ് ഇടുന്നത്. അതിനകത്ത് കുറച്ച് എണ്ണയുണ്ടായിരുന്നു. താറാവിന് നല്ല ഒരു എണ്ണ ഇറങ്ങാറുണ്ട്, അത് തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം ഉപ്പ് നോക്കിയതിന് ശേഷം നമ്മൾ താറാവിറച്ചി ഫുള്ളും ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിവിടെ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ഈ ഒരു തേങ്ങാപ്പാൽ താറാവിൻ്റെ കറിക്ക് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.